വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ആ പടം ഞങ്ങൾക്ക് തന്നേ മതിയാവും, അതിനാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇത്രയുമൊക്കെ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ തരാൻ എനിക്ക് മനസ്സില്ല എന്നൊക്കെ പറയുകയാണ്. അന്നേരം വണ്ടി നിർത്ത് എന്നൊക്കെ ഈ കുട്ടികൾ പറയുന്നുണ്ട്. അന്നേരം വണ്ടി നിർത്താനൊന്നും പറ്റില്ല, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ വണ്ടിയാണ്, പെട്രോൾ അടിക്കുന്ന ഞാനാണ്, നിങ്ങളെ ഇനി അവിടെ കൊണ്ട് എത്തിക്കും, പറയുന്നത് മര്യാദയ്ക്ക് കേട്ടോളണം എന്നൊക്കെ പറഞ്ഞ് സുസ്മിത ഇങ്ങനെ ദേഷ്യത്തോടു കൂടി പറയുകയാണ്. അന്നേരം കുട്ടികൾ ആദ്യം ഉണ്ടായിരുന്നിട്ട് സുസ്മിത ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം അതേറ്റം തോന്നുന്നു എന്നും പറഞ്ഞ് സുസ്മിത ഇരിക്കുകയാണ്. പക്ഷേ സത്യമാണെങ്കിൽ പപ്പി വീണ്ടും ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് സത്യ വീണ്ടും വാശി പിടിക്കുകയാണ്. തന്നില്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചു വാങ്ങും എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു വാങ്ങും, ഞങ്ങൾ വാങ്ങിച്ച് അടങ്ങൂ എന്നൊക്കെ പറയുമ്പോൾ കളി കാര്യമായോ, കുട്ടിപ്പിശാചുകൾ ഇനി എൻ്റെ നേരെ ആക്രമിക്കാൻ ഒരുങ്ങുമോ എന്നൊക്കെ സുസ്മിത ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഞാൻ പറഞ്ഞത് പ്ലേറ്റ് മാറ്റുകയാണ് ഉടനെ സുസ്മിത. ഞാൻ പറഞ്ഞത് അത്ര കാര്യമായിട്ട് എടുത്തോ, ഇപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഈ പടം കാണണം അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സുസ്മിതയാണെങ്കിൽ ആ ഫ്രണ്ട് ഡോറിൻ്റെ ഗ്ലാസ് പതുക്കെ ഇങ്ങനെ താക്കുകയാണ്. എന്നിട്ട് കുട്ടികൾക്ക് ദാ പടം എന്ന് പറഞ്ഞിട്ട് സത്യയുടെ അടുത്തേക്ക് കാണിക്കുന്നുണ്ട്, കുട്ടികളുടെ അടുത്തേക്ക് ഇങ്ങനെ കാണിക്കുകയാണ്. പക്ഷേ കുട്ടികൾ പെട്ടെന്ന് ഇങ്ങനെ ആ ഫോട്ടോ വാങ്ങാനായിട്ട് തുനിയുമ്പോൾ ഇപ്പുറത്തെ ഗ്ലാസ്സിൽ കൂടെ പെട്ടെന്ന് സുസ്മിത അതങ്ങ് പുറത്തേക്ക് കളയുകയാണ്. അയ്യോ, പടം കളഞ്ഞു പോയല്ലോ എന്നും പറഞ്ഞ് സുസ്മിത അങ്ങോട്ട് തകർത്ത് അഭിനയിക്കുകയാണ്. അന്നേരം വണ്ടി നിർത്ത്, ഞങ്ങൾക്ക് ഇറങ്ങണം, പടം എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ വണ്ടി നിർത്താനൊന്നും പറ്റില്ല, ഞാൻ പറയുന്നിടത്തെ വണ്ടി നിർത്തൂ എന്നൊക്കെ പറയുമ്പോൾ സുസ്മിതയുടെ കളിയൊക്കെ ഈ കുട്ടികൾക്ക് മനസ്സിലാവുകയാണ്. തുടർന്ന് നിർത്തില്ലേ, ഇപ്പോൾ കാണിച്ചു തരാമെന്ന് ഈ കുട്ടികൾ പറയുകയാണ്. അന്നേരം എന്നാൽ നീയൊക്കെ കാണിക്കുക എന്നിങ്ങനെ പറഞ്ഞ് സുസ്മിത ഇരിക്കുമ്പോൾ സത്യമാണെങ്കിൽ സത്യയുടെ കയ്യിലിരുന്ന ബാഗാണെങ്കിൽ പപ്പിയുടെ മേപ്പോട്ടത്തേക്ക് എറിഞ്ഞിട്ട് പപ്പി ചാടിക്കോ എന്നിങ്ങനെ പറഞ്ഞിട്ട് സത്യ ഇരുന്ന ഡോർ ഇങ്ങനെ തുറക്കുകയാണ്. അന്നേരം സുസ്മിത ഒരു നിമിഷം പേടിച്ചു പോകുന്നുണ്ട്. അയ്യോ എന്ന് വിളിച്ചിട്ട് വണ്ടി നിർത്താനായിട്ട് പെട്ടെന്ന് പറയുകയാണ്. അന്നേരം ഡ്രൈവർ സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തുന്നുണ്ട്. ഈ സമയത്ത് ഡോർ തുറന്നതേ ഉള്ളൂ, കുട്ടികൾ ചാടിയിട്ടില്ല. വണ്ടി നിർത്തുമ്പോഴത്തേക്കും സത്യ ആ സൈഡിൽ കൂടി ഇറങ്ങുന്നുണ്ട്. പപ്പി ഇറങ്ങി ഓടിക്കോ എന്ന് പറയുകയാണ്. തുടർന്ന് പപ്പിയും മറു സൈഡിൽ കൂടി ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ആ കാട്ടു വഴികളിലൂടെ രണ്ടുപേരും ഓടുകയാണ്. സുസ്മിതയും ഈ കുട്ടികളുടെ പിന്നാലെ ഇങ്ങനെ ഓടുന്നുണ്ട്. നിക്ക് കുട്ടികളെ എന്നും പറഞ്ഞിട്ട് സുസ്മിതയെ ഓടുകയാണ്. നീ പോടി എന്നൊക്കെ പറഞ്ഞിട്ട് സത്യ പറയുന്നുണ്ട്. സുസ്മിതയെ നോക്കിയാണ് പറയുന്നത്. എന്നിട്ട് കുറച്ച് ദൂരം ഓടിയ ശേഷമാണെങ്കിൽ കുട്ടികൾ നമുക്ക് അവിടെ ഒളിക്കാമെന്ന് പറഞ്ഞിട്ട് പപ്പിയും വിളിച്ചുകൊണ്ട് മരത്തിൻ്റെ പുറകിലേക്ക് ഒളിച്ച് നിൽക്കുകയാണ്. പക്ഷേ സുസ്മിത ഓടി അവിടെ വന്ന് അവിടെ തന്നെ നിൽക്കുകയാണ്. കുട്ടികളെ കാണുന്നില്ല. ഈ കുട്ടിപ്പിശാചികൾ എങ്ങോട്ട് പോയി എന്നും പറഞ്ഞ് നിന്നെയൊക്കെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് സുസ്മിത ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. പെട്ടെന്നാണ് ഒരു ഒറ്റയാൻ്റെ ചിഹ്നം വിളി കേൾക്കുന്നത്. അന്നേരം സുസ്മിത അങ്ങ് പേടിച്ചു പോവുകയാണ്. എനിക്ക് തോന്നിയതായിരിക്കുമോ, ഞാനാണെങ്കിൽ എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട, ഞാൻ മേയർ UK രാജശേഖരൻ്റെയും സർലയുടെയും മകളാണ് എന്നൊക്കെ ഇങ്ങനെ ഒരു ധൈര്യത്തിന് വേണ്ടിയും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നുകൂടി ആ വിളി കേൾക്കുമ്പോൾ സുസ്മിത അങ്ങ് പേടിച്ചു പോകുന്നുണ്ട്. ഈ കുട്ടികൾ പേടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് സുസ്മിത തിരിഞ്ഞോടുകയാണ്. തിരിഞ്ഞോടുമ്പോൾ ഈ കുട്ടികൾ ആ മരത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് പോകാമെന്നും പറഞ്ഞ് കുട്ടികൾ ആ റോഡിലേക്ക് ഇറങ്ങുന്നുണ്ട്. അവർ ആ പോയ വഴിയെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ സുസ്മിത തിരിഞ്ഞ് ഓടി ഈ വണ്ടിയുടെ അടുത്തെത്തുകയാണ്. നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ ആ കുട്ടികളിൽ നിന്ന് ഇങ്ങനെ ഡ്രൈവർ പറയുകയാണ്, അത് കുട്ടികളൊന്നുമല്ല, കുട്ടി പിശാചികളാണ്, നമുക്ക് പോകാം എന്ന് പറയുകയാണ്. അന്നേരം അത് എന്ന് പറഞ്ഞ് ഡ്രൈവർ സംശയിച്ച് നിൽക്കുകയാണ്. കുട്ടികൾ കാട്ടുവഴിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് കണ്ടിട്ട് താൻ അങ്ങോട്ട് കയറടോ എന്ന് പറയുകയാണ്. തുടർന്ന് ഡ്രൈവർ അങ്ങ് സീറ്റിലേക്ക് കയറുന്നുണ്ട്. സുസ്മിത ഡോർ തുറക്കുമ്പോൾ ബാഗിൽ കുട്ടികളുടെ ബാഗ് ഇരിക്കുന്നത് കാണുകയാണ്. അത് രണ്ടും കൂടി എടുത്ത് ആ റോഡിൽ തന്നെ അങ്ങ് വഴിയിലേക്ക് എറിയുകയാണ്. അന്നേരം മാഡം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ താനൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, ആ കുട്ടികളെ നമ്മൾ കണ്ടിട്ടില്ല, എൻ്റെ കാറ് കയറിയിട്ടുമില്ല, മനസ്സിലായല്ലോടോ ഒന്നുകൂടി കടുപ്പിച്ച് ചോദിക്കുമ്പോൾ മനസ്സിലായ മാഡം എന്നിങ്ങനെ ഡ്രൈവർ പറയുന്നുണ്ട്. അയാൾക്ക് എന്താ വേണ്ടത്, സുസ്മിത പറയും പോലെ അനുസരിക്കുകയല്ലേ ചെയ്യുന്നത്. തുടർന്ന് അവർ സുസ്മിതയും കാറ് കയറുന്നുണ്ട്. വണ്ടി എടുത്തങ്ങ് പോവുകയാണ്. ഇതേസമയം സത്യയുടെ ഫോണിൻ്റെ സിഗ്നൽ കിട്ടിയതായിട്ട് നഹാസ് വിളിച്ച് പിന്നെ ശാലിനി വിവരം അറിയിക്കുന്നുണ്ട്. അന്നേരം വനത്തിലേക്കാണോ പോയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സിഗ്നൽ ഇടയ്ക്ക് വെച്ച് കട്ടാകുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ്. അന്നേരം ഇതൊക്കെ രാമേട്ടനും പിന്നെ അനുപല്ലവിയും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. രാമേട്ടൻ ചോദിക്കുന്നുണ്ട്, കാട്ടിലേക്കാണോ പോയിരിക്കുന്നത്, മോളെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല പറയുന്നത്, അത് ഇത്തിരി അപകടം പിടിച്ച കാടാണെന്ന് പറയുമ്പോൾ അറിയാം രാമേട്ടാന്ന് ഇങ്ങനെ ശാലിനി പറഞ്ഞിട്ട് ശാലിനി അങ്ങ് ആകെ വിഷമിക്കുകയാണ്. തുടർന്ന് ആ ഉൾക്കാട്ടിലെ വനങ്ങളും വന്യജീവികളെയും ഒക്കെ ഇങ്ങനെ ശാലിനി മനസ്സിലൂടെ ഇങ്ങനെ ഓർമ്മിക്കുകയാണ്. അതേസമയം രോഹിത് ആണെങ്കിൽ ആ വിഷ്ണുവിൻ്റെ വണ്ടിയിൽ പോകുന്ന രോഹിത് ആണെങ്കിൽ ശ്യാമയെ അങ്ങോട്ട് വഴക്ക് പറയുകയാണ്. നീ ഒരു അമ്മയല്ലേ, സത്യയും കുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴേ എനിക്ക് അറിയാമായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന്, നീ അല്ലേ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം ശ്യാമയങ്ങ് വഴക്ക് പറയുകയാണ്. ശ്യാമ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അന്നേരം ഞാൻ ഇന്നതൊക്കെ ഓർമ്മിക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ദിവസം ഹോട്ടലിലേക്ക് ഒരുങ്ങി പോകുന്ന ഞാനാണ് അതൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ബിസിനസ് തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്, നീ ഒരു അമ്മയല്ലേ, സ്നേഹം കൊടുത്ത് ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശാലിനിയാണെങ്കിൽ ശ്യാമയെ ഫോൺ
ചെയ്യുന്നുണ്ട് ഈ വിവരം അറിയിക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ. അന്നേരം ബെല്ലടിക്കുമ്പോൾ ശ്യാമ ഇങ്ങനെ നോക്കിയപ്പോൾ കുഞ്ഞേച്ചി എന്ന് എഴുതി കാണിക്കുകയാണ്. അന്നേരം ഓണാക്കാം, കുഞ്ഞേച്ചിയും കൂടി കേൾക്കട്ടെ എന്നെ വഴക്ക് പറയുന്നത്, എന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ കുഞ്ഞേച്ചി വിളിച്ച് അറിയിക്കുമല്ലോ എന്നും പറഞ്ഞ് ശ്യാമയാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അന്നേരം ഹലോ ശ്യാമയെന്ന് വയ്ക്കുമ്പോൾ ഈ രോഹിത്തിൻ്റെ വഴക്ക് പറച്ചിലാണ് കേൾക്കുന്നത്. അന്നേരം ശാലിനി ഇങ്ങനെ മിണ്ടായിരുന്നു കേൾക്കുകയാണ്. പിന്നെ അവളെ ശ്രദ്ധിക്കണമായിരുന്നോ എന്നൊക്കെ പറയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴേ ശ്രദ്ധിക്കണമായിരുന്നോ എന്നൊക്കെ വീണ്ടും വീണ്ടും രോഹിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതൊക്കെ ഞാൻ അറിഞ്ഞോ, അതിന് സത്യാമ്മ അവൾക്ക് ശിക്ഷയും കൊടുത്തില്ലേ, വഴക്കൊക്കെ പറഞ്ഞില്ലേ, പിന്നെ ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യാമ്മയുടേതായ കടമ ചെയ്തു, പക്ഷെ നീ ഒരു അമ്മയല്ലേ, നീ ആയിരുന്നു ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ കാര്യത്തിൽ, പെൺകുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് അമ്മമാരാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ അങ്ങ് വഴക്ക് പറയുമ്പോൾ ശ്യാമ അങ്ങ് വിഷമിക്കുകയാണ്. വിഷ്ണു ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, വണ്ടി ഓടിക്കുന്ന വിഷ്ണു, പക്ഷെ ഒന്നും പറയുന്നില്ല. അന്നേരം ശാലിനിക്ക് ഇതൊക്കെ ഇങ്ങ് കേൾക്കുമ്പോൾ തന്നെ വഴക്ക് പറയുന്നതൊക്കെ ആയിട്ടാണ് തോന്നുന്നത്, ശ്യാമയെ വഴക്ക് പറയുന്നത്. ശാലിനി ആകെ വിഷമിക്കുന്നുണ്ട്. ശാലിനി അങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം ശാലിനിയാണെങ്കിൽ നഹാസിനെ വിളിക്കുകയാണ്. രണ്ടാമത്തെ കുട്ടി സത്യാമ്മയുടെ കൊച്ചുമകളാണെന്ന് പറഞ്ഞിരുന്നില്ലേ, അവരുടെ പാരൻസിനെ വിവരം അറിയിച്ചോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം തിരക്കിനിടയിൽ സോറി മാഡം എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള തിരക്കൊക്കെ മതി, ആ കുട്ടിയുടെ അച്ഛൻ്റെ ഫോൺ നമ്പർ തന്നിട്ടില്ലേ, വിളിച്ചറിയിക്കുമെന്ന് പറഞ്ഞ് ശാലിനി പറയുകയാണ്. പിന്നീട് സിഗ്നൽ ലഭിക്കുമ്പോൾ എന്നെ അറിയിക്കണമെന്നും പറയുന്നുണ്ട്. തുടർന്ന് നഹാസ് ശാലിനി പറഞ്ഞതുപോലെ രോഹിത്തിനെ ഫോൺ ചെയ്യുകയാണ്. രോഹിത് വീണ്ടും വീണ്ടും ശ്യാമയെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ വിളിക്കുന്നുണ്ട്. അന്നേരം കാട്ടിലേക്കാണ് പോയിരിക്കുന്നതെന്ന് പറയുമ്പോൾ അയ്യോ കൊടും കാട്ടിലേക്ക് ഒന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം സാർ ടെൻഷൻ ആവണ്ട, പോലീസ് ഫോഴ്സും എല്ലാവരും സ്പോട്ടിൽ തന്നെ ഉണ്ട്, എത്തിയിട്ടുണ്ട്, ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് വിഷ്ണു കാര്യം ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നുണ്ട് ഇങ്ങനെ കാട്ടിലേക്കാണ്, കൊടും വനത്തിലേക്കാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ രോഹിത്തിനങ്ങ് ആകെ സങ്കടവും കരച്ചിലും ഒക്കെ വരികയാണ്. എൻ്റെ ദൈവമേന്നൊക്കെ വിളിച്ച് കരയുകയാണ്. ശ്യാമയും അതേപോലത്തെ അവസ്ഥയിൽ തന്നെയാണ്. ഇവർ രണ്ടുപേരുടെയും വിഷമം കാണുമ്പോൾ വിഷ്ണുവിന് കുറച്ച് വിഷമമൊന്നും അടങ്ങുകയാണ്. വിഷ്ണു പറയുന്നുണ്ട് പപ്പിമോള് മീൻപാറയിലെ വനത്തിലോ കയത്തിലോ എവിടെയോ ആയിക്കൊള്ളട്ടെ, നമ്മൾ രക്ഷിച്ചു കൊണ്ടുവരും, നിങ്ങൾ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേസമയം ശാലിനിയാണെങ്കിൽ രാമേട്ടനോട് ഫോറസ്റ്റിൽ വിവരം, അവിടെ ഫോറസ്റ്റുകാരെ വിവരം അറിയിച്ചിട്ട് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയുകയാണ്. അവർ നമ്മളെ കാത്തു നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട്. അതേസമയം കാട്ടിനുള്ളിൽ ഫോറസ്റ്റ് ഓഫീസർ ലതിക പിന്നെ കുറേ പോലീസുകാരൊക്കെ നിൽക്കുകയാണ്. അന്നേരം കളക്ടറുടെ കുട്ടിയാണ് കാണാതായിരിക്കുന്നത്, നമ്മൾ എന്തിനു സജ്ജമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം, ഒരു കുറവും പാടില്ല എന്നൊക്കെ ഈ ഓപ്പറേഷനെ കുറിച്ചൊക്കെ ഈ ഫോറസ്റ്റ് ഓഫീസർ ലതിക എന്നാണ് പേര് എല്ലാവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം കാണാതായ കുട്ടികളെ ഇതുവരെ കണ്ടെത്തിയ ആളുകളെ ഇതുവരെ കണ്ടെത്തിയ ചരിത്രമില്ലല്ലോ, ഇത് എങ്ങനെ സാധിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കണ്ടെത്തിയേ മതിയാകും എന്നൊക്കെ പറഞ്ഞ് അവർ ആ ഓപ്പറേഷൻ തയ്യാറായിട്ട് സജ്ജീകരണം എല്ലാം തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ശാലിനി അവരുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അതിന് മുമ്പേ ലതിക പറയുന്നുണ്ട് കാണാതായിൽ ഒരു കുട്ടി കളക്ടറുടെയും ഒരു കുട്ടി ഏതൊരു കോടീശ്വര വീട്ടിലെ അനന്തരാവകാശിയാണ് എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് അവർ തെരച്ചിൽ ആരംഭിച്ച് കഴിഞ്ഞിരുന്നു കളക്ടർ എത്തുന്നതിന് മുമ്പ്. തുടർന്ന് ശാലിനി അവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ കളക്ടർ ആണല്ലോ എന്ന് പറയുന്നുണ്ട്, സല്യൂട്ടൊക്കെ ചെയ്യുകയാണ്. അന്നേരം എന്താ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ അപകട മേഖലയിലല്ല ഫോണിൻ്റെ സിഗ്നൽ കാണിക്കുന്നത്, നമുക്ക് തിരയാവുന്നതേ ഉള്ളൂ, പക്ഷേ രാത്രി ആയാലും ദുഷ്കരമാണ്, ഫയർഫോഴ്സും റെസ്ക്യൂ ടീമും എല്ലാം എത്തിയിട്ടുണ്ട്, കൊച്ചിയിൽ നിന്നുള്ള നേവൽ പാർട്ടി എല്ലാവരും ഓൺ ദ വേ ആണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഓപ്പറേഷൻ വിജയകരമായിട്ട് നടത്താനുള്ള എല്ലാ സാധ്യതകളെക്കുറിച്ചും ഈ ഫോറസ്റ്റ് ഓഫീസറെ വിശദമായിട്ട് പറയുകയാണ്. തുടർന്ന് മാഡം വരുന്നതിന് മുമ്പേ അതുകൊണ്ടാണ് തെരച്ചിൽ തുടങ്ങിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഗുഡ് എന്നൊക്കെ ഈ ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് നമുക്ക് അങ്ങോട്ട് പോകാമല്ലോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ ഷുവർ തീർച്ചയായും പോകാമെന്ന് പറയുകയാണ്. തുടർന്ന് അവർ ഒരുമിച്ച് പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി പറയുന്നുണ്ട് വേണ്ട, കുട്ടികളല്ലേ കാണാതായിരിക്കുന്നത്, നമുക്ക് രണ്ടായിട്ട് പോകാം, ചിലപ്പോൾ ഈ കുട്ടികളെ സിഗ്നൽ കണ്ട സ്ഥലത്ത് തന്നെ നിൽക്കണമെന്നില്ലല്ലോ, പേടി ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാലോ, അപ്പോൾ ഒരു ടീമിൻ്റെ മുമ്പിലെങ്കിലും എത്തിപ്പെടില്ലേ എന്നൊക്കെ രണ്ടായിട്ട് പോകാമെന്ന് പറയുകയാണ്. അന്നേരം അത് ഗുഡ് ഐഡിയ ആണെന്നൊക്കെ ഈ റേഞ്ച് ഓഫീസർ സമ്മതിക്കുകയാണ്. തുടർന്ന് ശാലിനിയോടൊപ്പം കുറച്ച് പോലീസുകാരും പോകുന്നുണ്ട്. ഈ ഫോറസ്റ്റ് ഓഫീസറും അവരുടെ ജീപ്പിൽ രണ്ട് വഴിക്കായിട്ട് തെരച്ചിൽ തുടരുകയാണ്. ഇതേസമയം അതിനു മുന്നേ ഈ സത്യയും പപ്പിയും ഒക്കെ ആ പടം കളഞ്ഞ റോഡിൻ്റെ ആ സൈഡിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം ഇവിടെയാണല്ലോ എന്നും പറഞ്ഞ് രണ്ടുപേരും നോക്കുകയാണ്. പക്ഷേ പപ്പി പറയുന്നുണ്ട് ഇവിടെയാണെന്നതിന് എന്താ ഉറപ്പ്, എല്ലായിടവും ഒരുപോലെ ഇരിക്കുന്നു എന്നൊക്കെ പറയുകയാണ്. അന്നേരം കാറ്റത്ത് പറന്ന് പോയി കാണും, നമുക്ക് നോക്കി കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കോ വേറെ ആരും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യമല്ലേ, നമ്മളെ സഹായിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സത്യമാണെങ്കിൽ പപ്പിക്ക് അപാരമായ ധൈര്യമൊക്കെ കൊടുക്കുകയാണ്. പപ്പി പറയുന്നുണ്ട് പക്ഷേ എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാനില്ലേ എന്ന് പറഞ്ഞിട്ട് സത്യമാണെങ്കിൽ പപ്പിയുടെ കൈയും പിടിച്ച് അവർ ആ പടം ആണെങ്കിൽ അവിടെ മൊത്തം തിരയുകയാണ്. ഇതേസമയം ശ്രീരഞ്ജിനിയും ടീമും കൂടി കാട്ടിലെ അകത്തേക്ക് എത്തുന്നുണ്ട്. അവരാണെങ്കിൽ സുസ്മിതയുടെ വണ്ടി വന്ന ആ വഴി എത്തുകയാണ്. തുടർന്ന് ശ്രീരഞ്ജിനി ഇങ്ങനെ ഒന്നല്ലാതെ ഇങ്ങനെ റോഡ് സൈഡിലേക്ക് നോക്കുമ്പോൾ ബാഗ് അവിടെ കിടക്കുന്ന കാണുകയാണ്. തുടർന്ന് വണ്ടി നിർത്താനും റിവേഴ്സ് എടുക്കാനും പറയുന്നുണ്ട്. അതിനുശേഷം കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. തുടർന്ന് കോൺസ്റ്റബിൾ സുനിതയും വേറൊരു പോലീസുകാരനും ഒക്കെ ഉണ്ട്. അവരോട് ബാഗ് എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ അവർ ബാഗ് രണ്ടും പരിശോധിക്കുന്നുണ്ട്. പത്മിനിയുടെയും സത്യഭാമയുടേതുമാണ് എന്നവർ ആ ബുക്കിലെ പേരൊക്കെ നോക്കിയിട്ട് ശ്രീരഞ്ജിനിയോട് പറയുകയാണ്. അന്നേരം അതേ സംശയിച്ചതുപോലെ തന്നെ കുട്ടികൾ മീൻപാറയിലെ വനത്തിനുള്ളിൽ തന്നെയാണ്
എന്നിങ്ങനെ ശ്രീരഞ്ജിനി പറയുകയാണ്. അന്നേരം കോൺസ്റ്റബിൾ സുനിത ചോദിക്കുന്നുണ്ട്, പക്ഷേ കുട്ടികൾ എന്തിന് ബാഗ് കാട്ടിൽ ഉപേക്ഷിച്ച് പോകണമെന്ന്. അന്നേരം അതൊരു കറക്റ്റ് ചോദ്യമാണ്. അപ്പോൾ കുട്ടികൾ അപകടത്തിലാണ്, അവർ ഏതോ അപകടത്തിൽ പെട്ടിരിക്കുകയാണ്, അല്ലാതെ ബാഗ് ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കാനായിട്ട് സാധ്യമില്ല, ബാഗ് അവർക്ക് ചിലപ്പോൾ ഭാരമായിട്ട് തോന്നി കാണണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ആരോ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോയിന്നോ അങ്ങനെ ഒരു കണക്കൂട്ടൽ തന്നെയാണ് ശ്രീരഞ്ജിനി എത്തുന്നത്. തുടർന്ന് നമ്മൾ ഇനി സംശയിക്കാനൊന്നുമില്ല, നമ്മൾക്ക് ഇനി കാട്ടിലേക്ക് ഇറങ്ങുക തന്നെ വേണം കുട്ടികളെ അന്വേഷിക്കാനായിട്ട് എന്നിങ്ങനെ ശ്രീരഞ്ജിനി പറയുമ്പോൾ സുനിത പറയുന്നുണ്ട്, നേരം സന്ധ്യയാവാറായി, ചതിക്കുഴികൾ നിറഞ്ഞു നിൽക്കുന്ന കാടാണ്, നടന്നു പോകുമ്പോൾ തന്നെ ചതുപ്പ് കുഴികളൊക്കെ ഉണ്ട്, പിടിച്ചു വലിക്കുന്ന വന്യമൃഗങ്ങളും ഒക്കെയുള്ള കാടാണ്, എങ്ങനെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സംശയത്തോടെ ഇങ്ങനെ ശ്രീരഞ്ജിനി നിൽക്കുകയും ആ കാടിൻ്റെ ഉൾവനത്തെക്കുറിച്ചും വന്യമൃഗങ്ങളും ഒക്കെ ഇങ്ങനെ വരുന്നതും ഒക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ഇതേസമയം സത്യയും പപ്പിയും കൂടി ആ കാടിനകത്ത് കൂടി ഇങ്ങനെ ആ ഒരു ഇറക്കത്തിലൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ എല്ലാവരും കാട്ടിലേക്ക് ഇറങ്ങുന്നത് തന്നെയാണ് കുട്ടികളെ അന്വേഷിക്കാനായിട്ട്. പക്ഷേ അന്നേരവും രാത്രിയാവും, ഈ കുട്ടികളാണെങ്കിൽ ഒരു അപകടത്തിലൊക്കെ പെടും രാത്രി, പക്ഷേ അവർ രക്ഷപ്പെടും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷമേ കുട്ടികളെ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അന്നേരം വിഷ്ണുവും എല്ലാവരും ഇങ്ങോട്ടത്തേക്ക് എത്തും. ഇത്രയുമാണ് പുതിയ വിശേഷങ്ങൾ. കുറച്ച് എപ്പിസോഡുകൾ കൂടി ഇങ്ങനെ ലാഗടിച്ച് പോവും. അതിനുശേഷം വിഷ്ണുവും ശാലിനിയും ഒക്കെ കാണുന്ന സീനൊക്കെ ഉണ്ട്. പിന്നെ വിഷ്ണു ആണെങ്കിൽ തന്നെ മുൻകൈ എടുത്ത് ശാലിനിയെ കൊണ്ടുവരും, സത്യഭാമയുടെ അഹങ്കാരം കുറയുന്ന സീനും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക്